ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 8 ദിവസത്തിനുള്ളിൽ മാത്രം 10,3500 റെയ്ഡ് സംസ്ഥാനത്ത് നടന്നു. ഏതാണ്ട് 1.9 crore അത്രയും മൂല്യമുള്ള കഞ്ചാവ് അടക്കമുള്ള ലഹരി മരുന്നുകൾ സംസ്ഥാനത്ത് നിന്ന് വ്യാപകമായി പിടിച്ചെടുത്തു. നമ്മുടെ സകല സാമൂഹ്യ പരിസരങ്ങളിൽ നിന്നുമാണ്. നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിപ്പോകുന്ന പലയിടങ്ങളിൽ നിന്നുമാണ്. ബസ് സ്റ്റാൻഡുകളിൽ നിന്ന്, കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് നിന്ന്, ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ പല ഇടങ്ങളിൽ നിന്നും, പൊതുവിടങ്ങളിൽ നിന്നും ഒക്കെയാണ് ഇത്തരത്തിൽ മയക്കുമരുന്നും മറ്റ് ഇതെല്ലാം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ക്ലീൻ സ്ലേറ്റ് ഉണ്ടാക്കി വെച്ചാലും ഇത്രത്തോളം ഇറങ്ങി ലയിച്ചു പോയ, ഇത്രത്തോളം വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കി വന്ന ഒരു വലിയ മാഫിയാണ് നമുക്ക് എതിർത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയുണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇതൊരു വലിയ എഫേർട്ടാണ്. നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെ സംവിധാനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ഊർജിതമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതിനൊരു കണ്ടിന്യൂറ്റി വേണം. ഗുഡ് ഈവനിങ്. കേൾക്കാമോ? എനിക്ക് കേൾക്കാം. നമ്മള് SP സാർ പറഞ്ഞതുപോലെ അതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് തുടർച്ച വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഉപയോഗിച്ച് തുടങ്ങിയ കുട്ടികളെ, ഉപയോഗിക്കാതിരിക്കുന്ന കുട്ടികളെ, ഈ 2 ഗ്രൂപ്പുകളെ നമ്മൾ മനസ്സിലാക്കണം. 2 ഗ്രൂപ്പുകൾ. ഉപയോഗിച്ച് തുടങ്ങിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതുപോലെ അതിന് അടിമപ്പെട്ടവരാണ്. അവരെ നമ്മൾ ചികിത്സയ്ക്ക് വിധേയമാക്കണം. അതിന് സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ടൈംലി ആയിട്ട്, ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പോക്കല്ല ഇത്. ഇത് വളരെ പെട്ടെന്ന് മയക്കുമരുന്നിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്ന എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി അതിനെ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ എന്തുകൊണ്ട് പോകുന്നു എന്ന് രക്ഷിതാക്കൾ, അധ്യാപകർ, ഫോഴ്സ് ഏജൻസികൾ, സൈക്കോളജിസ്റ്റുകൾ, ബാക്കിയെല്ലാം മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, തെറ്റിദ്ധാരണ കൊണ്ടാണ് കുട്ടികൾ പോകുന്നത്. എന്താണ് തെറ്റിദ്ധാരണ? ഒറ്റ കാര്യം പറയാം. സ്റ്റാമിന കൂട്ടുന്ന വസ്തുക്കളാണ് രാസലഹരികൾ എന്ന് പ്രചരിപ്പിക്കുന്നു, വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. സ്റ്റാമിന കൂട്ടും, നിന്റെ സ്റ്റാമിന കൂടും, നിനക്ക് കൂടുതൽ കളിക്കാൻ പറ്റും, നിനക്ക് കൂടുതൽ തുള്ളാൻ പറ്റും, കൂടുതൽ ഡാൻസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നിന്റെ സ്റ്റാമിന വർദ്ധിപ്പിക്കാം എന്നുള്ള പരമമായ തെറ്റിദ്ധാരണ കുട്ടികൾ എത്തിച്ചിട്ടാണ് ഈ നെറ്റ്വർക്ക്, മയക്കുമരുന്ന് വിൽപ്പനക്കാരായ നെറ്റ്വർക്ക് കുട്ടികളെ കുരുക്കുന്നത്. ഈ തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ഈ തെറ്റിദ്ധാരണ ആണ്, ഇത് തെറ്റായ വിഷയമാണ്, ഇതിന്റെ യഥാർത്ഥ ശാസ്ത്രീയ വശം ഇതല്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇവരെ ഇതിലേക്ക് പോകാതെ തടയാൻ പറ്റുകയുള്ളൂ. കാരണം ഈ വസ്തു 1-2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ ആരോഗ്യം പൂർണ്ണമായും നാശം ആയി പോകുമെന്നും അവന്റെ നെർവസ് സിസ്റ്റം, ഞരമ്പുകൾ മൊത്തത്തിൽ ബലക്ഷയം വരുമെന്നും, നിനക്ക് നിവർന്നു നിൽക്കാൻ പോലും മോനെ പറ്റത്തില്ല, മോളെ പറ്റില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയുമ്പം ഈ തെറ്റിദ്ധാരണ മാറ്റും. ഇതുപോലെ ഓരോരോ ഘടകങ്ങൾ അവരെന്താണോ ധരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും മറ്റുള്ളവരും ശ്രമിക്കുകയും ആ തെറ്റിദ്ധാരണയെ പരിഹരിക്കുകയും ചെയ്താൽ മാത്രമേ ഇനി അതിലേക്കുള്ള ഒഴുക്കിനെ നമുക്ക് തടയാൻ കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം.